നമസ്കാരം, ഞാൻ ഡോക്ടർ അജിത് കുമാർ, തിരുവനന്തപുരം SP ഫോർട്ട് ഹോസ്പിറ്റലിലെ ഹൈപ്പർബാരിക് മെഡിസിൻ ആൻഡ് ഡയബറ്റിക് ഫുഡ് കെയർ ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുന്നു. ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്, ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഹൈപ്പർബാരിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു പ്രത്യേകം തയ്യാർ ചെയ്ത ചേംബറിൽ നമ്മൾ രോഗിയെ ഇരുത്തുകയും ഒരു പ്രത്യേകതരം മാസ്കിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ 100% ഓക്സിജൻ ഉയർന്ന അന്തരീക്ഷ മർദ്ദത്തിൽ, നമ്മൾ സീ ലെവൽ പ്രഷർ എന്ന് പറയുന്നത് 760 മില്ലിമീറ്റേഴ്സ് മെർക്കുറിയാണ്. നമ്മൾ തിരുവനന്തപുരം സീ ലെവലിലാണ് ഉള്ളത്. ഇതിൽ നിന്നും ഏകദേശം ഒരു 2 മടങ്ങോളം കൂടിയ അന്തരീക്ഷ മർദ്ദം ഈ ചേംബറിനുള്ളിൽ സജ്ജീകരിച്ച് പ്രത്യേകതരം മാസ്കിലൂടെ 100% ഓക്സിജൻ നമ്മൾ ശരീരത്തിലോട്ട് കടത്തിവിടും. ഒരു ചികിത്സയുടെ സമയം എന്ന് പറയുന്നത് 90 മിനിറ്റാണ് ഒരു ദിവസം. ആഴ്ചയിൽ 5 ദിവസമാണ് നമ്മൾ ഈ ചികിത്സ നൽകുന്നത്. പ്രധാനമായിട്ടും ഉയർന്ന അന്തരീക്ഷ മർദ്ദത്തിൽ, അതായത് നമ്മൾ 2.5 ബാർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ 2.5 ATA എന്ന് പറയും. പല യൂണിറ്റ് പലതായിട്ട് പറയുന്നുണ്ട്. ഈ 2.5 ATAയിൽ നമ്മൾ രോഗിയെ ഈ പ്രത്യേകം തയ്യാർ ചെയ്ത ചേംബറിൽ മാസ്കിൻ്റെ സഹായത്തോടുകൂടി 100% ഓക്സിജൻ നൽകുമ്പോൾ, പഠനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലോട്ട് ഉയർന്ന മർദ്ദത്തിൽ ഓക്സിജൻ പോകുമ്പോൾ നമ്മുടെ രക്തത്തിലെ പ്ലാസ്മ എന്ന് പറയുന്ന അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഓക്സിജൻ്റെ അളവാണ് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നത്. ഈ ഉയർന്ന അന്തരീക്ഷ മർദ്ദത്തിൽ നമ്മൾ കടത്തിവിടുമ്പോൾ കൂടുതൽ ഓക്സിജൻ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുകയും അവ നമ്മുടെ കോശങ്ങളിലൂടെ ഒഴുകി എത്തുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓക്സിജൻ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ ഓക്സിജനാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ നമ്മൾ ഉയർന്ന മർദ്ദത്തിൽ നൽകുന്ന സമയത്ത് പ്ലാസ്മയിൽ അലിഞ്ഞു ചേർന്ന ഓക്സിജൻ കൂടുകയും അതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഈ കൊളാജൻ എന്ന് പറയുന്ന ടിഷ്യൂ ഉണ്ട്, അതാണ് നമ്മുടെ ഈ മുറിവ് ഉണങ്ങാനും പുതിയ കോശങ്ങൾ രൂപാന്തരപ്പെടാനും നമ്മളെ സഹായിക്കുന്നത്. കൂടാതെ ഇതിലൂടെ കണ്ടുവരുന്ന ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഓക്സിജന് ബാക്ടീരിയ നശിപ്പിക്കുന്ന ഒരു റോളുമുണ്ട്. പ്രമേഹ രോഗികളിൽ പ്രധാനമായിട്ട് നമ്മൾ എനറോബിക് എന്ന് പറയുന്ന ഓർഗാനിസംസ് ആണ് കൂടുതൽ കാണുന്നത്. ഈ അണുക്കൾക്കെതിരെ ഓക്സിജൻ വളരെ ഫലപ്രദമാണ്. കൂടാതെ ചില ആൻറ്റിബയോട്ടിക്സുകൾ നമ്മുടെ ശരീരത്തിലോട്ട് കടന്നു വരുന്നതിന്, അതിൻ്റെ പ്രവർത്തനത്തിനും ഓക്സിജൻ്റെ സാന്നിധ്യം വളരെ അത്യന്താപേക്ഷിതമാണ്. കൂടാതെ പുതിയ രക്തക്കൊള്ളുകൾ, പ്രമേഹ രോഗികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാന രക്തക്കൊള്ളിൽ അടയുകയും അതിലൂടെ നമുക്ക് രക്തം നമ്മുടെ പാദത്തിൻ്റെ മുൻവശങ്ങളിലോട്ട് എത്തുന്നില്ല. പക്ഷേ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി പോലുള്ള ചികിത്സാ രീതികൾ നിലവിലുണ്ടെങ്കിലും മുട്ടിന് താഴോട്ടുള്ള നമ്മുടെ രക്തത്തിൻ്റെ ചംക്രമണം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ചെറിയ രക്തക്കൊള്ളിലൂടെയാണ് താഴോട്ട് രക്തം പോകുന്നത്. അതിനാൽ നമുക്ക് ചില അവസരങ്ങളിൽ നമുക്ക് ഈ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ള രോഗികളിൽ നമുക്ക് ഹൈപ്പർബാരിക് ഓക്സിജൻ കുറച്ചുകൂടി ഫലപ്രദമായി നൽകാൻ കഴിയും. ഇതിലൂടെ ചെറിയ പുതിയ രക്തക്കൊള്ളുകൾ, ഈ ബ്ലോക്കുള്ള രക്തക്കൊള്ളിൻ്റെ വശങ്ങളിൽ നമ്മളതിനെ കൊളാട്രൽ സർക്കുലേഷൻ എന്നാണ് പറയുന്നത്, സൈഡിലൂടെ ചെറിയ രക്തക്കൊള്ളുകൾ വരികയും ഈ മുറിവിൻ്റെ ഭാഗത്തോട്ട് രക്തത്തിനെ എത്തിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ കൂടുതൽ സെല്ലിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ പുതിയ കോശങ്ങൾ രൂപാന്തരപ്പെടുകയും അതിലൂടെ മുറിവ് ഉണങ്ങി വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഈ ചികിത്സയ്ക്ക്, ഏതൊരു പുതിയ ചികിത്സയും വരുമ്പോൾ അതിനോട് ഉള്ള ഏറ്റവും വലിയൊരു ഇതാണ് ഇതിന് എന്തൊക്കെ പാർശ്വഫലങ്ങളുണ്ടാകാം. ഈ ചികിത്സയ്ക്ക് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മൾ രോഗിയെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപസ്മാരം പോലുള്ള അസുഖമുള്ള രോഗികൾക്ക് നമുക്ക് ഈ ചികിത്സ നൽകാൻ പറ്റത്തില്ല. പിന്നെ ശ്വാസകോശത്തിൻ്റെ അസുഖം, അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമൺ ഡിസീസ്, COPD, പുകവലിക്കുന്നവരിൽ കാണുന്ന ശ്വാസകോശത്തിൻ്റെ തടസ്സം, അല്ലെങ്കിൽ ആസ്മ കാരണം ശ്വാസകോശത്തിൽ ഈ ബുള്ളെ പോലുള്ള അവസ്ഥയുള്ളവർ, അല്ലെങ്കിൽ അടഞ്ഞ സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ പേടിയുണ്ടാകുന്നത്, ക്ലോസ്ട്രോഫോബിയ എന്ന് പറയും, ഇങ്ങനെയുള്ള രോഗികളിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ചികിത്സ കൊടുക്കാതിരിക്കുന്നത്. അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം മൂലം രോഗി ചിലപ്പോൾ ഈ ചേംബറിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ചെറിയൊരു വേദനയോ അല്ലെങ്കിൽ നമ്മുടെ ടിമ്പാനി മെംബ്രാൻ വലിയുന്ന ഒരവസ്ഥയോ ഉണ്ടാകാം. നമ്മൾ വിമാനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ആ മർദ്ദത്തിലെ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ചെവിക്കുള്ളിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതേപോലെ തന്നെയായിരിക്കും നമ്മൾ ചേംബറിൽ ഇരിക്കുമ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത്. അല്ലാതെ ഇതുവരെയ്ക്കും നമ്മൾ അങ്ങനെ വളരെ വലിയ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഈ ചികിത്സയ്ക്ക് നമ്മൾ കണ്ടിട്ടില്ല. പൂർണ്ണമായിട്ടും പാർശ്വഫലങ്ങൾ വളരെ കുറഞ്ഞ ഒരു ചികിത്സയാണ്. പൊതുവെ നമ്മുടെ തിരുവനന്തപുരം ഇവിടെ നാട്ടിൽ നടത്തിയ പഠനത്തിൽ നിന്നും നമുക്ക് തോന്നുന്നത് ഏകദേശം ഒരു ആവറേജ് പ്രമേഹ രോഗികളിൽ 20 മുതൽ 23 വരെ സെഷൻസ്, നേരത്തെ പറഞ്ഞാൽ ഒരു സെഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റാണ്, 20 മുതൽ 23 സെഷൻ കൊടുക്കുമ്പോൾ ഏകദേശം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
കഴിഞ്ഞ 9 വർഷത്തിലെ പഠനത്തിൽ നമ്മൾ കാണുന്നത് ഏകദേശം 70 മുതൽ 72% രോഗികൾ പൂർണ്ണമായും മുറിവ് ഉണങ്ങുന്ന അവസ്ഥയിലും കണ്ടിട്ടുണ്ട്. പാർഷ്യലി ഹീൽഡ്, അതായത് പകുതി കൂടുതൽ ഉണങ്ങുന്ന രോഗികൾ ഏകദേശം 16% ഉണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് കാണാതെ വരുന്ന രോഗികൾ ഒരു 8%, 8 മുതൽ 9% കണ്ടിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും വളരെ പഴക്കം ചെന്ന മുറിവോ അല്ലെങ്കിൽ ആൾറെഡി വിരലുകളിൽ ഗാംഗ്രീൻ അല്ലെങ്കിൽ കറുപ്പ് ബാധിച്ച് ഗാംഗ്രീൻ എന്ന അവസ്ഥയിലൂടെ വരുന്ന രോഗികൾക്കാണ് അങ്ങനെ കണ്ടുവരുന്നത്. അതിനാൽ ഏതെങ്കിലും രോഗികൾക്ക് ഈ പ്രമേഹം പാദത്തിൽ മുറിവുണ്ടാക്കുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ ഒരു വിദഗ്ധനെ നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ കിഡ്നിക്കും നമ്മുടെ കരളിനുമൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം നമ്മുടെ പാദങ്ങൾക്ക് നമ്മൾ നൽകേണ്ടതാണ്. പല പ്രമേഹ രോഗികളും പാദത്തിന് വളരെ ഒട്ടും പ്രാധാന്യം നൽകുന്നില്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഒരു പാദം നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യും. ആയതിനാൽ ഈ ചികിത്സയെപ്പറ്റി എല്ലാവരും ബോധവാന്മാരാകുക. പാർശ്വഫലങ്ങൾ വളരെ കുറഞ്ഞ ഒരു ചികിത്സാ രീതിയാണ്. തിരുവനന്തപുരത്ത് SP ഫോർട്ട് ഹോസ്പിറ്റലിൽ ഈ ചികിത്സാ രീതി കഴിഞ്ഞ 10 വർഷമായി അവൈലബിൾ ആണ്. പാദ സംരക്ഷണം ഏറ്റവും പ്രധാനമാണ്. ആയതിനാൽ പാദത്തിൽ മുറിവുകൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പ്രമേഹ രോഗ വിദഗ്ധനെ കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എടുക്കാൻ ഐഡിയലായിട്ടുള്ള രോഗിയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ചികിത്സ എടുക്കാവുന്നതാണ്. ഈ പ്രമേഹ രോഗികളിൽ കാണുന്ന പാദങ്ങളിലെ മുറിവ് അല്ലാതെ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഉപയോഗിക്കുന്ന കണ്ടീഷൻ നമ്മൾ വെരിക്കോസ് വെയിൻ മൂലം കാലിൽ മുറിവുണ്ടാകുന്ന രോഗികൾ, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് നടന്ന് ഒരുപാട് ടിഷ്യൂ ഡാമേജ് വരുന്ന രോഗികൾ, പ്ലാസ്റ്റിക് സർജറിക്ക് മുന്നെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറിക്ക് സ്കിൻ ഗ്രാഫ്റ്റിംഗ് അങ്ങനെയുള്ള പ്രൊസീജിയർ കഴിഞ്ഞിട്ടോ ഉള്ള ഇതിലും ഓക്സിജൻ തെറാപ്പി വളരെ ഫലപ്രദമായിട്ടാണ് കണ്ടുവരുന്നത്. വാസ്കുലേറ്റിക് അൾസർ, റേഡിയേഷൻ, അതായത് നമ്മുടെ ഈ താടിയെല്ലിനും തലച്ചോറിനും ഭാഗത്ത് ട്യൂമർ മൂലം റേഡിയേഷൻ ചെയ്യുന്ന രോഗികളിലും ഉണങ്ങാതെ വരുന്ന മുറിവുകളിലും വളരെ ഫലപ്രദമാണ്. ഇതിനെപ്പറ്റി വായിക്കുക, മനസ്സിലാക്കുക.